നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 585th day. Today 22nd sloka of Prathama Skanda 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 585 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. ഓം തത്സത്. നരദേവത്വം ആപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണി അധ പരം. ഇപ്രകാരമാണ് പദങ്ങളെ ഛേദിക്കേണ്ടത്. അർത്ഥം: അധപ്പരം എന്ന് പറഞ്ഞാൽ അതിനുശേഷം. സുരകാര്യ ചികിത്സയാ ദേവകാര്യത്തെ ചെയ്യുവാനുള്ള താല്പര്യത്തോടെ. നരദേവത്വം നരന്മാരുടെ ദേവൻ, അതായത് രാജാവെന്ന അവസ്ഥയെ ആപന്ന പ്രാപിച്ചവനായിട്ട്. സമുദ്രനിഗ്രഹാദീനി സമുദ്രത്തെ ബന്ധിക്കുക മുതലായ. വീര്യാണി പരാക്രമങ്ങളെ. ചക്രേ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം വിഗ്രഹിച്ചിട്ടുള്ള അർത്ഥം. 18ാമത്തെ ഭഗവാന്റെ 18ാമത്തെ അവതാരമാണ് ഇവിടെ പറയുന്നത്. ദേവന്മാർക്ക് രാക്ഷസന്മാർ നിമിത്തമുണ്ടായ ദ്രോഹങ്ങളെ തീർത്ത് ദേവലോകത്തെയും മനുഷ്യലോകത്തെയും ഭൂലോകത്തെയും രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ രാജാവായിട്ട് അവതരിച്ച് സമുദ്രബന്ധനം മുതലായ മഹാപരാക്രമങ്ങളെ ആയിട്ടുള്ള സമുദ്രബന്ധനം, രാക്ഷസ നിഗ്രഹം മുതലായ പരാക്രമങ്ങളായിട്ടുള്ള ഒട്ടേറെ പ്രവൃത്തികൾ ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീരാമ അവതാര കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അവതാരത്തെയാണ് ഈ ശ്ലോകത്തിൽ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞത്. മനുഷ്യന്മാരുടെയും ദേവന്മാരുടെയും നന്മയ്ക്കായിക്കൊണ്ട് രാജാവായിട്ടുള്ള ഇതിനെ സ്വീകരിച്ച്, ഒരു രാജാവിൻ്റെ അവതാരം സ്വീകരിച്ച് സമുദ്രബന്ധനം മുതലായവയൊക്കെ ചെയ്ത് ഈ ദേവന്മാരെയും മനുഷ്യരെയും രക്ഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകത്തിൽ സുരകാര്യം ദേവന്മാരെ മാത്രമായിട്ടാണ് പറയുന്നത്. ദേവന്മാരെയും മനുഷ്യന്മാരെയും ഭൂലോകത്തെയും ദേവലോകത്തെയും ഒക്കെ രക്ഷിക്കുവാനായിട്ട് വേണ്ടി ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ച് സമുദ്രത്തെ ബന്ധിക്കുക, അതായത് ലങ്കയിലേക്ക് പോകുവാൻ വേണ്ടി സമുദ്രം വഴി തരാതിരുന്നപ്പോൾ സമുദ്രത്തെ ബന്ധിക്കുവാനായിട്ട് ഭഗവാൻ തുനിഞ്ഞതാണ്. സമുദ്രത്തെ ബന്ധിക്കുക മുതലായവയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് രക്ഷിച്ചു എന്ന് പറയുന്നു. ചക്രേ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളെ ചെയ്തു എന്നാണ് നമുക്കറിയാം. രക്ഷിക്കുകയാണ് ചെയ്തതെന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.